ഇന്ത്യയുടെ ഈ ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും ഇന്ത്യൻ സമുദ്രത്തിലെ ഏക പോർട്ടാണ് ഇപ്പോൾ വരാൻ പോണ വിഴിഞ്ഞം പോർട്ട്. അവിടേക്ക് വരുന്ന സാധനങ്ങൾ എന്താണ്, അത് കൃത്യമായി സ്ക്രീൻ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. വലിയ തോതിൽ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ ഈ പറയുന്ന ട്രാക്ക് റെക്കോർഡുകളൊക്കെ ഉള്ള ഒരു കമ്പനി കേരളത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. 2019 US അതോറിറ്റീസ് MSCയുടെ ഗയാന എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ നിന്ന് ഫിലാഡൽഫിയയിൽ നിന്ന് ഒരു $1 ബില്യൺ എന്ന് പറഞ്ഞാൽ 9,400 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ഇവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന 2 പോർട്ടുകളിലൊന്നാണ്. ഒന്ന് ചെന്നൈ പോർട്ടും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പോർട്ടും, അതുപോലെ മുദ്ര പോർട്ട്. 2021 നമ്മുടെ മുദ്ര പോർട്ടിൽ നിന്ന് 21,000 കോടി രൂപയുടെ അഫ്ഗാൻ ഹെറോയിൻ സീസ് ചെയ്യുന്നുണ്ട്. 2,988 കിലോഗ്രാം ആണ് പിടിച്ചിട്ടുള്ളത്. അതിനെതിരെയുള്ള NIA അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ED അതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. മുദ്ര പോർട്ടിലിട ഇത് ഇപ്പൊ ഞാൻ പറയുമ്പോ പ്രജിത് വിചാരിച്ചുള്ളത് ഇത്ര ആകെ പിടിച്ചിട്ടുള്ളൂ എന്നുള്ളതല്ല. ഇതെല്ലാം വൻകിട സംഭവങ്ങൾ. അതായത് 10-20,000 കോടി രൂപ കൂടെ അല്ലാതെ ചീള് കേസൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന സമയങ്ങളുണ്ടല്ലോ. 2026 അവിടെ നിന്ന് പിടിക്കപ്പെട്ടത് ബ്രസീലിയൻ കൊക്കൈനാണ്. ഡിഫറൻസ് ഉണ്ട്, പല പല വെറൈറ്റികളാണ് കൊണ്ടുവരുന്നത്. ബ്രസീലിയൻ കൊക്കൈനാണ് പിടിക്കപ്പെട്ടത്. അന്ന് ഏതാണ്ട് 1,150 കോടി രൂപയുടെ കൊക്കൈനാണ് പിടിച്ചത്. 115 കിലോഗ്രാമേ ഉള്ളൂ. പക്ഷെ അതിന് ഭയങ്കര വിലയാണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോക്കെയാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഗുജറാത്തിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ്, ATS ആണ് അത് പിടിക്കുന്നത്. അന്ന് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്, അതായത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഇട്ട അഖിലേന്ത്യാ കോൺഗ്രസ്, സതീശന്റെ പാർട്ടിയല്ല, സതീശൻ പാർട്ടി വേറെയല്ല. അപ്പൊ അഖിലേന്ത്യാ കോൺഗ്രസ് പറഞ്ഞേക്കണത് ഈ മുദ്ര പോർട്ട് വഴി നിരവധി കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ മയക്കുമരുന്നുകളൊക്കെ തന്നെ നിയന്ത്രിക്കാതെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ ആരോപണം ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമുക്കറിയില്ല ബാക്കി എന്താണെന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ അതിഗംഭീരമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള മികച്ച ഒരു പരിപാടിയാണ്. സത്യത്തില് തൂഫാന്റെ ഒരു ഓഫീസ് അവിടെ ഇടുന്നതല്ലായിരിക്കും. എവിടാ ചെറിയൊരു ഓഫീസ്, അതായത് ഈ പെട്രോളും മറ്റേ ഡീസലും ഒക്കെ കത്തിച്ച് അവിടെ ഇവിടെ ഓടിയാണെന്ന് 3 ഗ്രാം 5 ഗ്രാം ഉള്ളവനെയൊക്കെ പിടിച്ച് സമയം കളയണ്ട. പ്ലസ് ഞാൻ പറയുന്നത് നമ്മുടെ രമേശ് ജിയുടെ ഒരു കൃത്യമായിട്ടുള്ള ഫ്ലെക്സ് കൂടി അവിടെ വെക്കണം. കാരണം എല്ലാ ദിവസവും ഫ്ലെക്സ് അടിച്ചിരുന്ന് പുള്ളിക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം അവിടെ. കാരണം അവിടെ വരുമ്പോഴത്തേക്ക് ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കാം. അപ്പൊ തന്നെ എന്ത് ചെയ്യാം, വലിയ ക്യാച്ച് ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം.